അന്നേ നരസ്നേഹി നമസ്കരിച്ചു കിടന്ന പോതി തിരുവങ്കഴുത്തിൽ ഒരൊട്ടകത്തിൻ കുടൽമാല ചാർത്തി പാനെ ലഭിച്ചുള്ളൂ നമുക്കു ഭാഗ്യം. മതോന്നതം മറ്റൊരു യേശുവാമി മതാധിരാജന്റെയുമുത്തമാംഗം ശ്രീമുൾക്കിരീടാർപ്പണയോഗ്യമല്ലോ കർത്തവ്യ കർമ്മങ്ങളിൽ മന്ദർ നമ്മൾ. ഈ ധൂളി കൊണ്ടോ കളിയാക്കൽ കൊണ്ടോ മുഖാഭമങ്ങാതയാഭംഗസത്വൻ മണ്ണിൽ കുളിച്ചൊരു ഗജം കണക്കെ മന്ദം നടന്നാത്മഗൃഹത്തിലെത്തി. ആമൂർധപാദം പൊടി മൺപുരണ്ട പിതാവിനെ കണ്ട ദിവമ്പലോടെ താൻ കുളിപ്പിപ്പതിനായി മുതിർന്നു തണ്ണീർ കുടം കൊണ്ടഴലാണ്ട പുത്രി. പിടിച്ചിരുത്തിച്ചളി പൂക്കുവാനായി പകർന്ന കുംഭോദകമോടുകൂടി താതന്റെ ഗാത്രങ്ങളിലാപതിച്ചു കുമാരിയാൾ തൻ ചുടു കണ്ണുനീരും. മാലാർന്നു കേഴും മകളത്തലോടി കൊണ്ടാശ്വസിപ്പിച്ചു സുശാന്തശീലൻ. നിന്നച്ഛനെ കാത്തരുളാതിരിക്കില്ല അല്ലാഹു പാഴിൽ കരയായിക കുഞ്ഞേ. നിന്നച്ഛനെ കാത്തരുളാതിരിക്കില്ല അല്ലാഹു പാഴിൽ കരയായിക കുഞ്ഞേ, പാഴിൽ കരയായിക കുഞ്ഞേ. അന്ന് ഈ മനുഷ്യപ്രേമിയായ പ്രവാചകരുടെ കഴുത്തിൽ ഒട്ടകത്തിൻ്റെ കുടൽമാല ചാർത്താനേ നമുക്ക് ഭാഗ്യം ലഭിച്ചുള്ളൂ. യേശുവിനെന്ന പോലെ മുൾക്കിരീടം അർപ്പിക്കുന്നതിൽ നാം നിരുത്സാഹം കാട്ടിയോ? ഏതായാലും ഈ അപഹാസ്യങ്ങളിലൊന്നും ഒളിമങ്ങാതെ മണ്ണിൽ കുളിച്ച ഗജവീരനെപ്പോലെ പ്രവാചകർ വീട്ടിലെത്തി. ആകെ പൊടി പുരണ്ട ആ ശരീരത്തെ കണ്ണീരോടെ സ്വപുത്രി ഫാത്തിമ തന്നെ കുളിപ്പിച്ചു ശുദ്ധിയാക്കി. കരയുന്ന പുത്രിയെ ആശ്വസിപ്പിച്ച് അവിടുന്ന് പറഞ്ഞു, മോളെ, നിന്റെ പിതാവിനെ അല്ലാഹു കാക്കും, മേലിൽ കരയാതിരിക്കുക.